നമ്മുടെ ഇന്നത്തെ കറി ഉണ്ടല്ലോ, നല്ല അടിപൊളി മന്തി. കുഴിമന്തി അല്ല, നല്ല കുക്കർ മന്തി. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടങ്ങല്ലേ. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകണം. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി മേടിച്ചിട്ടുണ്ട്, സവോള, പിന്നെ ഗോൾഡൻ സല്ലീൻ്റെ അരിയാണ്. ഇതൊരു 1 കിലോ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പട്ടയുണ്ട്, കുരുമുളക്, ഏലക്ക, കരയാമ്പൂ, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ ഉണക്ക നാരങ്ങയാണ് മന്തീൻ്റെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് മാഗി ക്യൂബ്. ഇത് മന്തി മസാലയാണ്. പിന്നെ പുതിനയും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ഇനി അടുത്തായിട്ട് ആദ്യം ചെയ്യാനുള്ളത് ഈ അരി ഒന്ന് വെള്ളത്തിടണം. വെള്ളത്തിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ വാ. നമ്മുടെ അരി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കുതിർക്കാൻ പറ്റില്ലേ, അതിനൊന്ന് വേവിച്ചെടുക്കണം. പകുതി വന്നാൽ മതി കേട്ടോ. ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരയാമ്പൂ, പട്ട, ഒരു 2-3 ഏലക്ക. ഓരോ അടി പിടിക്കാണ്ടിരിക്കാനേ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കടാ. ഉപ്പിട്ട് കൊടുക്കണം. ഒന്ന് ഒരു പകുതി വേവായി കിട്ടണം. എന്നിട്ട് നമുക്കിതിനെ നമ്മുടെ കുക്കറിലോട്ട് ഇടാം. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കട്ടാ. മന്തിക്കുള്ള എല്ലാ സാധനവും റെഡിയായി കഴിഞ്ഞു. നമുക്ക് തുടങ്ങല്ലേ. നമ്മുടെ അരി ഒരു 3/4 വേവായിട്ടുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ അരി ഉണ്ടല്ലോ ഇവിടെ ഒരു 3/4 വേവായിട്ടുണ്ട്. നമ്മളതിനെ വെള്ളം നല്ല ഊറ്റിയെടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി. മന്തിനോട് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയെടുക്കുകയാണ്. കടയിലൊക്കെ ഒരു ചട്നി കിട്ടില്ലേ, അതുണ്ടാക്കണം. ഒരു ഫുൾ സവോള എടുത്തിട്ടുണ്ട്, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് എടുക്കാൻ നോക്കും. കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കടാ. കുറച്ച് ഇഞ്ചി, കുറച്ച് മതിയേ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കടാ. അപ്പോൾ ഏകദേശം അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഒന്നും കൂടെ അടിക്കാം. അതിവിടെ റെഡി ചെയ്യാം കേട്ടോ. നമുക്ക് മന്തിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടാ. കുറച്ച് സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, തക്കാളി ഇടാം. ക്യാപ്സിക്കം, നമ്മുടെ മന്തി മസാല,
പട്ട ഇട്ട് കൊടുക്കുക. കരയാമ്പുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കുണ്ട്, പിന്നെ കുരുമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ 2 മാഗി ക്യൂബ് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം നമ്മുടെ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്. കുറച്ച് നമ്മുടെ പുതിന ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓയിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കളർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അത് മിക്സ് ആയി കൊടുക്കുക. നമ്മുടെ അരി ഇട്ട് കൊടുക്കണം. കുറച്ച് ഇതിൽ കുരുമുളക് ഇട്ട് കൊടുക്കണം. മേലെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി മെല്ലെ ജസ്റ്റ് ഒന്ന് തോളി കൊടുക്കാം. 2 പുതിനയും മേളിൽ വെച്ചിട്ട് ഒന്ന് നമുക്കൊരു വിസിലെടുത്തെടുത്താൽ മതി കേട്ടോ. കാരണം കൂടുതൽ വരേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് അരി വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ മാത്രമേ വേകാനുള്ളൂ. അതൊരു വിസിലിനുള്ളിൽ റെഡി ആയിക്കോളും. പിന്നെ അതിൻ്റെ എയർ പോകുമ്പോഴത്തേക്കും എല്ലാം കട്ടായിക്കോളും. സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്നെ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഒന്ന് പുകച്ചെടുക്കണം. നമ്മുടെ സാധനം ഇവിടെ റെഡി ആണ്. നമുക്ക് ആദ്യം ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ മാത്രം നിർമ്മിക്കാം. നമ്മുടെ മന്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പെഷ്യൽ ചട്നി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു പൊളി വിളിക്കല്ലേ. നമ്മുടെ ചിക്കനൊക്കെ നല്ല ഉണ്ടല്ലോ, നല്ല പൂ പോലെ വെന്തുണ്ട്. ചിക്കൻ കണ്ടാ നല്ല ജ്യൂസി ആയിട്ട് സ്മൂത്ത് തന്നെ ഉണ്ടാ. അടിപൊളി കേട്ടാ. നമുക്ക് പൊളി ഉണ്ടല്ലോ. കുറച്ച് ചിക്കൻ എടുക്കുക. എന്നിട്ട് റൈസ് അങ്ങോട്ട് എടുക്കുക. കുറച്ച് മയോണൈസ് സെൻറ്ററിൽ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ലേശം ചട്നി ഉണ്ടല്ലോ, ലേശം ചട്നി എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി പിടി പിടിക്കുക. എന്നിട്ട് അടുത്തിനകത്ത് നല്ല അടി ഉണ്ടാ. എങ്ങനെയുണ്ട് പറയ്? അടിപൊളി. അപ്പം നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.